കൂടുതലും ആൾക്കാർ ജീപ്പിലാണ് പോകണം. പിന്നെ നടക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ നടന്നു കയറുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇല്ലിക്കൽ കല്ല് കാണാൻ വന്ന ആൾക്കാരുടെ വാഹനമാണ് കിടക്കുന്നത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നേ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ഇന്ന് അവധിയല്ലേ, അവധി ദിവസമല്ലേ. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. പോകുന്ന സ്ഥലം ഇല്ലിക്കക്കല്ലിലേക്കാണ് ഇന്ന് പോകുന്നത്. അതിന് രാവിലെ നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി, ആലപ്പുഴയിൽ വിട്ട കേട്ടോ. ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ടേ. ചങ്ങനാശ്ശേരി തെങ്ങണ വഴിയാണ്, നമ്മൾ പാല തെങ്ങണ വഴിയാണ് പോകുന്നത്. ഞങ്ങളെ അത് രാവിലെ 5 മണിയോടുകൂടി ആലപ്പുഴയിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. കാറിലാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിയിലെ ആ വെളുപ്പിനത്തെ കാഴ്ചയാണ് കാണുന്നത്. മനോഹരമായ കാഴ്ച. നേരം വെളുത്ത് വരുന്ന ആ സമയമുണ്ടല്ലോ, അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഈ മനോഹര കാഴ്ചകളൊക്കെ കണ്ടേ നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. വിജയദശമി നാളിൽ എല്ലാവർക്കും അവധിയല്ലേ. ആ അവധി ദിവസമാണ് ഇന്ന് നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ പോകാൻ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലെത്തി കേട്ടോ. പെരുന്നയിലാണ് വന്നത്. പെരുന്നയിലെ NSS കോളേജും മന്നം സമാധി മണ്ഡപവും NSS മിഷൻ ഹോസ്പിറ്റലും ആണ് കാണുന്നത്. NSSന്റെ ആസ്ഥാനമാണ് ഈ പെരുന്നയിലുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ടൗണിലെത്തി കേട്ടോ. ചങ്ങനാശ്ശേരി ടൗണിൽ നിന്നും വലത്ത് തിരിഞ്ഞ് തെങ്ങണ റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരെ ഇപ്പോൾ വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. KSRTC ബസ്സെല്ലാം ഓരോ റൂട്ടുകളിലേക്കൊക്കെ പോവുകയാണ്. നമ്മളിപ്പോൾ തെങ്ങണയിലേക്കാണ് പോകുന്നത്. ഇതാണ് തെങ്ങണ ജംഗ്ഷൻ കേട്ടോ. തെങ്ങണയിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ പോകുന്ന റൂട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. തെങ്ങണയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് പോകണം. പുതുപ്പള്ളി ചെന്നിട്ട് അവിടുന്ന് മണർകാട് വഴി നമുക്ക് പാലയിലെത്തണം. പാലയിൽ നിന്നും നമുക്ക് ഭരണങ്ങാനം, പനക്കപ്പാലം, ഈരാറ്റുപേട്ട, മുന്നിലവ്, മങ്കൊമ്പ് ക്ഷേത്രം, പഴുക്കക്കാനം, മേലാപ്പാറ, മേച്ചാൽ, കോലാനി, കാഞ്ഞിരം കവല വഴി ഇല്ലിക്കൽ കല്ല് നമുക്ക് എത്തിച്ചേരാം. ഇതുകൂടാതെ ഇവിടെ ഒന്നും പോകാതെ വേറെ വഴികളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാം. അതുകൂടാതെ നമ്മുടെ ആദരണീയനായ മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്ന പുതുപ്പള്ളി പള്ളി സന്ദർശിക്കേണ്ടവർക്ക് അതും സന്ദർശിക്കാം. ഈ കാണുന്നതാണ് ആ പ്രശസ്തമായ പുതുപ്പള്ളി പള്ളി. അതും കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു പള്ളിയുണ്ട്, മണർകാട് പള്ളി. ആ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയും സന്ദർശിക്കേണ്ടവർക്ക് സന്ദർശിക്കാം. ഇതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് പാലായിലെത്താം. പാല കഴിഞ്ഞ് ഭരണങ്ങാനം പള്ളിയുണ്ട്, അവിടെ സന്ദർശിക്കാം. അതുകൂടാതെ ഈരാറ്റുപേട്ടയിൽ ചെല്ലുമ്പോൾ അവിടെയുമുണ്ട് പ്രശസ്തമായ ഒരു മസ്ജിദ്. ആ മസ്ജിദിൻ്റെ പേരെനിക്ക് കൃത്യമായി അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെല്ലുമ്പോൾ മങ്കൊമ്പ് ക്ഷേത്രം, ആ ക്ഷേത്രവും സന്ദർശിക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാല ബൈപ്പാസിലൂടെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ടൗണിൽ കയറിയില്ല, ബൈപ്പാസിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ആകാശത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് കാര്യം. അത് രാവിലെ ആയതുകൊണ്ട് റോഡിലൊക്കെ വണ്ടി കുറവായിരുന്നു കേട്ടോ. പോകുന്ന വഴി ഒരാൾക്കാരെ പോലും കാണുന്നില്ല. രാവിലെ നല്ല മഞ്ഞുണ്ട്, കോടമഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ടായിരുന്നു. അത് കാരണമായിരിക്കും ആൾക്കാരൊന്നും വെളിയിലിറങ്ങാത്തത്. റോഡിൻ്റെ ഇരുവശത്തും റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചയാണ്. ആ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ റബ്ബർ തോട്ടമൊക്കെ കണ്ടാലേ നല്ല രസമുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ആ ടിപ്പറുണ്ടല്ലോ, ഓണടിക്കാതെ കൂടെ കയറി വന്നു കേട്ടോ. നേരെ റോങ് സൈഡ് കയറി വന്നിങ്ങി. നമ്മൾ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. ഈ റൂട്ടിൽ ടിപ്പർ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. വേറെ അടുത്തതും വരുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ടേ ഈ ടിപ്പറെല്ലാം കൂടുതലും അത് വെളുപ്പിനെയും രാത്രിയിലുമാണ് സർവീസ് നടത്തുന്നത് കേട്ടോ. കാരണം ഈ വെഹിക്കിളന്മാരെ പേടിച്ചാണ് അവർ ഈ രാത്രിയിലും വെളുപ്പിനെയൊക്കെ ലോഡുമായിട്ട് വരുന്നത്. പകല ഓടത്തില്ല. ഞങ്ങൾ പോകുന്ന വഴിയേ ഞങ്ങൾക്കൊരു കാപ്പി കുടിക്കണമെന്ന് തോന്നിയേ. അതിൻ്റെ അടുത്തൊരു കടയുണ്ട്. ആ കടയിൽ നിർത്തി. നമ്മുടെ കാറാണ് ആ ദൂരെ കിടക്കുന്നത്. ഞങ്ങളാ കട, ഇവിടെ ഒരു കോഫി ഹൗസ് ഉണ്ട്. അതൊരു വീടാണ് കേട്ടോ. വീട്ടിൽ തന്നെയാണ് ആ കോഫി കട കേട്ടോ. അവിടെ നിന്ന് ആ കടയുടെ അവിടെ നിന്ന് മലയുടെ കാഴ്ച ഉണ്ടോ. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇല്ലിക്കൽ കല്ലെത്തി കേട്ടോ. അവിടെ വാഹനം പാർക്കിങ്ങിൽ ഞങ്ങൾ പാർക്ക് ചെയ്ത്. ഒരുപാട് വാഹനമുണ്ട്. രാവിലെ ആയതുകൊണ്ട് 8:30 അവിടെ എൻട്രി ഉള്ളൂ. ഞങ്ങളൊരു 8:30 അടുത്തൊക്കെ ആകുമ്പോൾ ചെന്നവിടെ. പക്ഷെ അന്നേരം ഒരുപാട് വാഹനം ഉണ്ടായിരുന്നു. എല്ലാം പാർക്കിങ്ങിൽ ഇട്ടിരിക്കുക കാറുകളൊക്കെ. ഞങ്ങൾ അവിടെ നിന്നുള്ള ആ മലയുടെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത്. അവിടെ ഒരു 8:30 ആകുമ്പോഴേ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. നല്ല കോടമഞ്ഞിൽ കുളിച്ചിരിക്കുന്ന മലകൾ കണ്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. തണുത്ത കാറ്റായിരുന്നേ. ഞാൻ അതൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തി. നല്ല കാറ്റ് കണ്ട, ഇലകളെല്ലാം നല്ല കിടന്ന് ആടുക. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്, ചെറിയ കടയൊക്കെ ഉണ്ട്. ആൾക്കാരെല്ലാം പാർക്കിങ്ങിലേക്ക് വരുന്നുണ്ട്.
ഇല്ലിക്കൽ കല്ല് നമ്മളെത്തി. ഇനി പാസ്സൊക്കെ എടുക്കണം. പാസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് കയറണം. ഓട്ടോറിക്ഷയിലൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് എൻട്രി ഫീസ് 20 രൂപയാണ് കേട്ടോ. ജീപ്പിൽ ആണെങ്കിൽ 39 രൂപ. മൊത്തം 59 രൂപയാണ്. നമുക്ക് 4 പേരുണ്ടായിരുന്നു. ഞങ്ങളെ 4 പേർക്കും കൂടി 106 രൂപയായി. വണ്ടി പാർക്ക് ഉൾപ്പെടെ 106 രൂപയായി. ഞങ്ങൾ ജീപ്പിലല്ല കയറിയത് കേട്ടോ, ഞങ്ങൾ നടന്നാണ് കയറിയത്. അത് കാരണം ഒരാൾക്ക് 20 രൂപ വെച്ചായല്ലേ. ഒരുപാട് പേരൊക്കെ നടന്നാണ് കയറുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നടന്ന് കയറാം കേട്ടോ. നടന്ന് കയറുന്നതാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കയറാം. ജീപ്പിലാണെങ്കിൽ ഒരാൾക്ക് 39 രൂപയാണ് കൊടുക്കേണ്ടത്. ഇല്ലിക്കൽ കല്ലിലേക്ക് നമ്മൾ നടന്നു കയറി പോവാ കേട്ടോ. മുകളിലേക്ക് പോകുന്ന ജീപ്പാണ് കാണുന്നത്. ഒരു ഓട്ടോറിക്ഷയും കയറി വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ വണ്ടിയാണെന്ന് തോന്നുന്നു, അതാണ് കയറ്റി വിട്ടത്. അല്ല അവരങ്ങ് കയറ്റി വിടാറില്ല. നമ്മൾ പകുതി മല കയറിയപ്പോഴേ അവിടെ നിന്നും പാർക്കിങ്ങിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. KSRTC ബസ്സുമൊക്കെ വന്ന് കിടപ്പുണ്ട്. ഉല്ലാസയാത്രയുടെ വണ്ടിയാണ്. ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ച കണ്ടോ. കോടമഞ്ഞ് കൊണ്ട് മൂടിപ്പോയി കേട്ടോ. അവിടെ ഒരു കടയുണ്ട്. ആ കടയുടെ അടുത്ത് വരെ, ഈ കടയുടെ അടുത്ത് വരെ ജീപ്പ് വരത്തുള്ളേ. ഇവിടുന്ന് നമ്മൾ നടന്ന് കയറണം മേളിലോട്ട്. വീണ്ടും ഇവിടം വരെ ജീപ്പ് വരത്തുള്ളൂ. ജീപ്പ് പാർക്കിംഗ് ആണ്. ഇവിടെ കൊണ്ട് ആളെ ഇറക്കിയതിന് ശേഷം ഇവിടുന്ന് തിരിച്ച് ഇറങ്ങേണ്ടവർ ഈ ജീപ്പെ വീണ്ടും കയറി താഴത്തോട്ട് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. നമുക്ക് ഈ കമ്പികളിൽ പിടിച്ച് മുകളിലോട്ട് കയറാം കേട്ടോ. അതിനുവേണ്ടി പിടിക്കാൻ ആ വേലി പോലെ കെട്ടിയിരിക്കുന്നത്. മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ച കണ്ട എത്ര മനോഹരമാണല്ലേ. കോടമഞ്ഞുണ്ട്, അതാണ് മങ്ങി കാണുന്നത്. പ്രകൃതി ഒരുക്കിയ ഈ മനോഹരമായ സ്ഥലത്തേക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വരണം കേട്ടോ. കുറച്ച് നാളിന് മുമ്പേ ഇവിടത്തേക്ക് പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നേ. പാലായിൽ നിന്നും ഒരു പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നു. ആ സർവീസ് ഇപ്പോൾ നിർത്തലാക്കിയെന്നാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്നാലും എറണാകുളത്ത് നിന്നും പാലായിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ KSRTCയുടെ ഉല്ലാസയാത്ര പാക്കേജിൽ ഇവിടെ വാഹനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വന്ന KSRTC ബസ്സാണ് നമ്മൾ താഴെ നേരത്തെ കണ്ടത് കേട്ടോ. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള ഒരു ഭൂപ്രദേശമാണിത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 3500 ഹൈറ്റാണ് ഈ മലയ്ക്കുള്ളത്. നമുക്ക് ഇവിടം വരെ ഉള്ളു റോഡ് കേട്ടോ. ടാർട്ടർ റോഡ് ഇവിടം വരെ ഉള്ളു. ഇവിടുന്ന് അങ്ങോട്ട് പാറ. ഇല്ലിക്കൽ കല്ലിൻ്റെ നെറുകയിൽ എത്തണമെങ്കിൽ ആ ഹൈറ്റിലുള്ള മലയുടെ മുകളിൽ നമ്മൾ ചെല്ലണം. മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ച ഉണ്ടല്ലോ, ഇത്ര മനോഹരമാണെന്നറിയോ. എല്ലാവരും ഇവിടുന്ന് സന്ദർശിക്കണം കേട്ടോ. ഇവിടെ ഇടിമിന്നലുള്ള സമയത്തൊന്നും കയറ്റി വിടത്തില്ല കേട്ടോ. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് താഴെ വന്നു കേട്ടോ. KSRTC ബസ് കാണാം. വീണ്ടും മുകളിലേക്ക് പോകാൻ ഒരുപാട് ആൾക്കാർ വന്ന് നിൽപ്പുണ്ടേ. നല്ല ക്യൂ ആണ്. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ വന്നപ്പോൾ അധികം തിരക്കില്ലായിരുന്നു. നമ്മളിപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് തിരക്കുണ്ട്. ബസ്സിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തും.